നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ചോക്കോ വെൽവെറ്റ് കേക്ക്. നല്ല ടേസ്റ്റുള്ള ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ ചോക്കോ വെൽവെറ്റ് കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കേക്കും ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. കാരണം നമ്മൾ ഈ ഒരു ചോക്കോ വെൽവെറ്റ് കേക്ക് 2 കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ ഒറ്റ ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യമാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനുമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഡെക്കറേഷൻ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചോക്കോ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചോക്കോ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബട്ടറാണ് എടുക്കുന്നത്. 50 ഗ്രാം ബട്ടറാണ്. അപ്പോൾ നമുക്കൊരു ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ആ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അടുപ്പത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് തണുത്ത ബട്ടറാണെങ്കിൽ മാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതും അവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം ഒന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ട് വരട്ടെ. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇനി 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു ചോക്കോ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയിലാണ്. മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അതൊന്ന് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ച് പതഞ്ഞ് വന്നാൽ മതി. അതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഓയിലൊക്കെ ചേർത്തതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അതപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പാച്ചുല വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ ഒത്തിരി കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ ഒരു 1/3 പോർഷൻ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ വലിയൊരു കണക്ക് ഒന്നുമില്ല കേട്ടോ, കുറച്ചങ്ങ് എടുത്ത് മാറ്റി കൊടുക്കാം. കൂടുതലും നമുക്ക് ഈ ഒരു വലിയ ബൗളിൽ ഇരിക്കട്ടെ. മൊത്തത്തിൽ ഒരു 3ആയിട്ട് ഭാഗിച്ചാൽ എത്ര ഉണ്ടാവും ഏകദേശം അങ്ങനെ എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ കൂടുതലുള്ള ബാറ്ററിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗറൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. 6 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ് ഇത്. അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ റീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു അലുമിനിയം പാത്രമാണ്, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ മേളിൽ ചെറിയൊരു അടപ്പ്, സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒരു അടപ്പ് വെച്ചിരുന്നാൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. ചെറിയ ബേക്കിംഗ് ട്രേ ആയതുകൊണ്ടാണ് കേട്ടോ അടപ്പ് വെച്ചത്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരും. അത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലെയിമിനെ കുറിച്ചും ബേക്കിങ്ങിൻ്റെ നമ്മുടെ ഈ ഓവൻ സെറ്റപ്പിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ ചിക്കൂസ് ഡൈൻ ബേക്കിംഗ് ക്ലാസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല കേക്കിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ട്. അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് അങ്ങ് തണുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് അത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ അടുത്ത വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ആ ബേക്കിംഗ് ട്രേ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ച ബാറ്ററാണ് കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. കുറച്ച് റെഡ് കളറാണ് കേട്ടോ ചേർക്കുന്ന. ഒരു 3-4 ഡ്രോപ്പ് ഒന്ന് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഷുഗറിൻ്റെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ ജെൽ കളറാണ് ചേർക്കുന്നത്. നമുക്ക് ആ ബാറ്റർ ഒന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ആ സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി എയർ ബബിൾസ് പോക്കി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ കേക്ക് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവൻ സെറ്റപ്പ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മിക്സും ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയം വെക്കരുത്. വെക്കുമ്പോഴത്തേക്കും കേക്ക് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോയെന്ന്. 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ കേക്കിൻ്റെ സ്മെല്ല് വന്നു. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാനേ. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ബാറ്റർ കുറേ സമയം പുറത്തൊക്കെ വെച്ചതാണ്, എന്നിട്ടും ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ചോക്കോ വെൽവെറ്റ് കേക്ക് അല്ലേ. അപ്പോൾ ഞാനത് നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ഫ്രോസ്റ്റിംഗ് ആണ്, ക്രീം ചീസ് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ക്രീം ചീസ് ഒന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു പാക്കറ്റ് പാല്. ഇതിൽ അങ്ങനെ ഒരുപാട് അങ്ങ് ക്രീം ചീസിൻ്റെ ഒരു ഫ്ലേവർ വരില്ല. ലൈറ്റായിട്ട് ഒരു ക്രീം ചീസ് ചോക്ലേറ്റ് ഒരു മിക്സാണ് വരുന്നത്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഒരുമിച്ച് അങ്ങ് ഒഴിക്കേണ്ട. കുറേശ്ശെ ആയിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. 2-3 പ്രാവശ്യമായിട്ട് അങ്ങ് ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് പിരിഞ്ഞ് വരുന്ന കാണാം. അപ്പോൾ അതിൽ ഒരു വെള്ളം, ആ പച്ച കളർ വെള്ളവും ഒരു പിരിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനും രണ്ടായിട്ട് ഉണ്ടാവും. ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നല്ലൊരു വൃത്തിയുള്ളൊരു വെള്ള തുണി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അരിപ്പയിൽ ഇങ്ങനെ തട്ടിയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒന്ന് ഇളക്കി ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചിലർക്ക് അതിൻ്റെ ഒരു പുളിപ്പ് വരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം. അതവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൽ അടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. വേണേൽ പിന്നെ ഒഴിക്കാം. വെള്ളം അധികമായി പോവരുത്. അതിപ്പോൾ സൈഡിലൊക്കെ ഒന്ന് പോയി പറ്റി ഇരിപ്പുണ്ട്. അതിപ്പോൾ ഒരു കുറച്ച് തിക്കാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ക്രീം ചീസാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് തലേ ദിവസമൊക്കെ തന്നെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടാണ്, ഒരു 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്ത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ചിട്ടതിന് ശേഷം മാത്രമേ മെൽറ്റ് ചെയ്തെടുക്കാവുള്ളൂ. ഇപ്പോൾ ചിലർക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീമും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം അങ്ങ് പിരിഞ്ഞു പോയതുപോലെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മളങ്ങ് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അതെല്ലാം അങ്ങ് മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെൽറ്റായി കിട്ടും. ഇതിപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സാധാരണ എടുക്കുന്ന ക്രീമിൻ്റെ അത്രയും വേണ്ട. കാരണം നമ്മളിത് 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാനുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്ഡ് ക്രീം കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു സ്പൂണൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കണം. ഓവർ ബീറ്റായി പോകരുത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല സ്റ്റിഫ് പീക്സാണ് ആയിട്ടുള്ളത്. നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തപ്പം കുറച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. അത് നമുക്ക് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യാൻ വിട്ടുപോയത്, കാരണം ക്രീം ചീസ് നല്ല തണുപ്പായിരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിപ്പോയി. അതുകൊണ്ട് ആദ്യം ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ആയതിനു ശേഷം ക്രീം ചീസ് ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. തണുപ്പായതുകൊണ്ട് ഫുൾ ചോക്ലേറ്റ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവാത്ത പോലെ ചെറിയ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ ഇവിടെ കിടക്കുന്നവരുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ക്രീമിൻ്റെ ഇടയിൽ കൂടെ ചോക്ലേറ്റ് കടിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് 2 ലെയറൊന്നും ആക്കണ്ട കേട്ടോ. നടുവിൽ ഒരു റെഡ് വെൽവെറ്റും 2 ചോക്ലേറ്റിൻ്റെ ലെയറുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗം നമുക്കിതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ആ മോൾ ഭാഗം മാത്രം ഒന്ന് ചെത്തിയെടുത്ത് മാറ്റുകയാണേ. നമുക്ക് ഈ ആദ്യം കട്ട് ചെയ്തെടുത്ത പോർഷനൊന്ന് നമുക്കൊന്ന് അടർത്തിയിട്ടിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പ്രസ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്തൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കണം. 2ആയിട്ട് മാത്രം ലെയർ ചെയ്യാനേ. അത്യാവശ്യം ഹൈറ്റുള്ള ലെയറാണിത്. അപ്പോൾ 2 ലെയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാം. കേക്ക് സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം സോക്ക് ചെയ്താൽ മതി. അപ്പോൾ അതൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചോക്ലേറ്റിൻ്റെ ലെയറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലെവലല്ല, മോൾ ഭാഗം കൂർത്തിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ലെവലാക്കിയതിന് ശേഷം മാത്രമേ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. പലരും ചോദിച്ചിട്ടുണ്ട്, കേക്ക് ഷേപ്പ് കിട്ടുന്നില്ല, ഒരു ഡോം ഷേപ്പിൽ വരുന്നു സെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പം. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലാക്കിയതിന് ശേഷം മാത്രമേ ക്രീം ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. കണ്ട ചോക്ലേറ്റ്സ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ക്രീം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ചുകൂടെ ഷുഗർ സിറപ്പാക്കി കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ച് കൊടുക്കാം. ടോപ്പിൽ നമ്മുടെ ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നമ്മളത് ക്രീം വെച്ച് കൊടുക്കുകയാണേ. നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മുകളിലൊന്ന് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലും കൂടെ ക്രീം ആക്കി കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്ക്രേപ്പർ വെച്ചൊന്ന് കറക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്യുമ്പോഴും ആ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ ക്രഞ്ചി ആയിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് ക്രീമിൻ്റെ ഇടയിൽ. പിന്നെ കാണാനാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വേറൊരു ലുക്കാണ്. അബദ്ധം പറ്റിയതാണ് എനിക്ക്, പക്ഷെ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കാനുള്ളത്, അതുകൊണ്ട് ഈ ഒരു ലുക്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കേക്ക് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് വരും. അതിനുശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗണാഷ് റെഡിയാക്കണം. അപ്പോൾ അതിനുവേണ്ടി ബൗളിലേക്ക് ഒരു 150 ml ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിലിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ 100 ml ഒക്കെ എടുത്താൽ മതിയാകും. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർക്കുന്നത്. പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷമേ ഡാർക്ക് കോമ്പൗണ്ട് ഇടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ തരികളൊക്കെ അങ്ങനെ തന്നെ കിടക്കും. ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോട് ചേർത്ത് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് അങ്ങ് തണുത്ത് പോരുത്. ഒരു ഇളം ചൂടോടുകൂടി, കൈ മുക്കാൻ പാകത്തിനുള്ള ചൂട്, ആ ചൂടോടുകൂടി വേണം നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട്. അല്ലാതെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തിക്കായി പോകും. അപ്പോൾ നമുക്ക് സ്പാച്ചുല വെച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും. ഇതങ്ങനെ എഴുത്. ഇത് നാച്ചുറലായിട്ട് അങ്ങനെ അങ്ങ് ഒഴുകി പോകുന്ന ഒരു പരുവത്തിന് വേണം. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ നന്നായിട്ട് തന്നെ തണുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. സൈഡിലേക്കൊക്കെ കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് തന്നെ അങ്ങ് ഒഴുകി പോവുക. സൈഡൊക്കെ അങ്ങ് ഫില്ലായിക്കോളും. ഇൻ കേസ് ഫില്ലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ കൊണ്ട് ബാക്ക് സൈഡ് കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, ആ ഗ്യാപ്പുള്ള ഭാഗത്ത് മാത്രം. അപ്പോൾ അതെല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെൽവെറ്റ് ടെക്സ്ചർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമ്മൾ കേക്ക് പൊടിച്ചിട്ടുള്ള പൗഡർ ഇതിൻ്റെ മുകളിൽ ഇടാതിരിക്കുക നല്ലത്. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റും ആ പൊടിയെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഭംഗിയില്ലാതെയായി പോകും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കുകയാണേ. ഇപ്പം ഫ്രീസറിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ഇരിപ്പുണ്ട്.
ഇനി നമുക്ക് ഒന്നുമില്ല, എളുപ്പമാണ് ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. സൈഡിലായിട്ട് ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ സ്പാച്ചുല വെച്ച് പതുക്കെ അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് മുകളിലോട്ട് അങ്ങ് അമർത്തി അങ്ങ് ആക്കി കൊടുത്താൽ മതി. നമ്മളിത് ഏറ്റവും മുകളിലേക്ക് നമ്മൾ ഈ വെൽവെറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ആ കോർണർ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല ഇത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിൽ മാത്രം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അടിയിലത്തെ പോർഷൻ നമുക്ക് പതുക്കെ ഒന്ന് നന്നായിട്ട് ഒരു തിക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ആ ഒരു പ്രത്യേക ലുക്കാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്കിപ്പം ഫോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലവർ ആക്കി കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫ്രഷ് ഫ്ലവറാണ് വെക്കുന്നത്. പിന്നെ മോക്കിപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവൾ അതിനധികമായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രഷ് ഫ്ലവർ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ആ പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രഷ് ഫ്ലവർ മാത്രം വെച്ച് കൊടുക്കാം. അത് എല്ലാവർക്കും ചെയ്യാനും പറ്റും, പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്കൊക്കെ ഈസി ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അത് ഫ്രഷ് ഫ്ലവർ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതെല്ലാം നോക്കി അതിൻ്റെ ഉള്ളിൽ പ്രാണികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അടിഭാഗത്ത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് കുത്തി ഇറക്കി വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു 3 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. അത് മതി. അപ്പോഴത്തേക്ക് തന്നെ നല്ല ഭംഗിയായി നല്ലൊരു ലുക്ക് വരും നമ്മുടെ കേക്ക് കാണാനായിട്ട്. ഇനി ഇതാ ഒരു ചോക്ലേറ്റ് റൗണ്ടിലുള്ള ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഹെർഷീസിൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ. അതൊരു 3 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ കേക്കാണ്. ഈസി ആയിട്ട് ഡെക്കറേഷനും കഴിഞ്ഞു, ഈസി ആയിട്ട് കേക്കും ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ഒറ്റ ബാറ്ററിൽ തന്നെ നമ്മൾ ഈ ഒരു 2 തരത്തിലും കേക്കും ഉണ്ടാക്കി. നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കിക്കൂടെ. ബീറ്ററും വേണ്ട, ഓവനും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് വീട്ടിലുള്ള മിക്സിയിൽ വീട്ടിലുള്ള അലുമിനിയം പാത്രവും കൂടെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. കണ്ടാലും പറയില്ല, കഴിച്ചാലും പറയില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണെന്നൊന്നും. നല്ല അസല് ചോക്കോ വെൽവെറ്റ് കേക്ക്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. കത്തി അങ്ങ് വെക്കുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയിട്ടുണ്ട്. നമുക്ക് കത്തി തുടച്ച് അടുത്തതും കൂടെ കട്ട് ചെയ്യാം. പതുക്കെ അങ്ങ് വലിച്ചെടുക്കുക. അടിപൊളി ചോക്ലേറ്റ് കേക്കും റെഡ് വെൽവെറ്റ് കേക്കും രണ്ടും 3 കളറായിട്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഉള്ളത്. ഇപ്പം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ചോക്ലേറ്റിൻ്റെയും റെഡ് വെൽവെറ്റിൻ്റെയും ഒരു കേക്കും അതിൻ്റെ കൂടെ ആ ഒരു ക്രീം ചീസ് ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങും ഒക്കെ കൂടി അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കേക്കാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കൂടെ ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ആ ചോക്ലേറ്റ് ഗനാഷും കൂടി വരുമ്പോഴത്തേക്കും അതൊരു പെർഫെക്റ്റ് ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ക്രീം ചീസും ചോക്ലേറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ, അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് സംശയം തോന്നാം. ഒരു സംശയം വേണ്ട, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് ക്രീം ചീസിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും വരുന്നില്ല. ലൈറ്റായിട്ടൊരു ക്രീം ചീസ് ചോക്ലേറ്റ് മിക്സ് ആണ്. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ്. ഈ ഒരു കേക്ക് ഒരു 1.25 കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ. ഇതിപ്പം 1 കിലോ ചോക്കോ വെൽവെറ്റ് കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 800 to 1000 ഒക്കെയാണ്. അതൊക്കെ പിന്നെ ഓരോ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ ഒരു കേക്കിലുള്ള എക്സ്ട്രാ 1/4 കിലോ നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.